രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ഉപനിഷത്തിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് കഠോപനിഷത്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ലഭിക്കുന്നതാണ്. നിങ്ങളത് കേട്ടിട്ട് വീട്ടിൽ നിത്യവും ചൊല്ലുക. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. ഇപ്പം 128 എപ്പിസോഡായി കഴിഞ്ഞു. നിങ്ങൾ 128 തൊട്ട് കാണുക. സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റിൽ നിന്ന് ഒന്നേന്ന് എടുക്കുക. എല്ലാ ബുധനാഴ്ചയുമാണ് 12 മണിക്ക് കഠോപനിഷത്തിന്റെ ക്ലാസ് ആണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ആണ്. നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ദീപാരാധനയ്ക്ക് നടയടച്ചിടുമ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക ഒട്ടി പാടുന്ന പാട്ടാണ് അഷ്ടപതി. രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര കേളികളാണ്. സർവ ഐശ്വര്യദായകമാണ് അഷ്ടപതി എന്ന് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷത്തിന് വേണ്ടി ധർമ്മപദത്തിന്റെ ക്ലാസ്സാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധൻ രചിച്ചതാണ് ധമ്മപദം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. പിന്നെ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് വന്നാൽ ദൂരെയുള്ളവരൊക്കെ ഇവിടെ ചേർന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ജ്യോതിഷമാണ്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലവും ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ 9645333999 എന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വിളിക്കുക. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കാണുക. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അത് ഹിന്ദുക്കൾ അറിയേണ്ടവ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഭക്തമീരയുടെ കഥയുണ്ട്, അതും നിങ്ങൾ കേട്ടിരിക്കണം. അതേ കണക്ക് രാധയെ പൂജിച്ചാൽ, രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാൽ എന്ന വീഡിയോ, അത് രാധയുടെ പ്രണയത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ നമ്മൾ കഠോപനിഷത്ത് ആരംഭിക്കുകയാണ്. കഠോപനിഷത്ത് ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഠോപനിഷത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ കഠോപനിഷത്ത് എന്താണെന്നൊരു ധാരണ ഉണ്ടാകണം. ആ ധാരണ ഉണ്ടായതിന് ശേഷം നമ്മൾ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കടകളിലൊക്കെ കഠോപനിഷത്ത് കിട്ടും, ഓൺലൈനിലൂടെ വാങ്ങിക്കാൻ കിട്ടും. അതല്ല നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഓരോ ശ്ലോകവും ഞാൻ ഇതിനകത്ത് ശ്ലോകം ചൊല്ലുമ്പോൾ എഴുതി കാണിക്കും. എന്നിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇതിൻ്റെ അവസാനം വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. അതുകൊണ്ട് പുസ്തകം ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് കഠോപനിഷത്ത് ആരംഭിക്കുകയാണ്. ഒരു ഉഗ്രമായ ഒരു യജ്ഞം നടക്കാൻ പോവുകയാണ്. ആ യജ്ഞം നടത്തുന്നത് മറ്റാരുമല്ല, വാജസ്രവ പുത്രനായ ഉദ്ദാലകനാണ്. വാജസ്രവ പുത്രനായ ഉദ്ദാലകൻ. ആ ഉദ്ദാലകൻ ഈ വിശ്വവിജയത്തിനു വേണ്ടി വിശ്വജിത്ത് എന്ന യജ്ഞം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലം അനുഭവിച്ച് അത് തനിക്ക് സമ്പത്തും സമൃദ്ധിയും എല്ലാം കിട്ടും. അതിൻ്റെ ഫലം അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വാജസ്രവ പുത്രനായ ഉദ്ദാലകൻ ഇതാ വിശ്വജിത്ത് യജ്ഞം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ യജ്ഞം ആരംഭിച്ചു. അപ്പൊ യജ്ഞത്തിൽ ഒരു നിയമമുണ്ട്. നമ്മുടെ സമ്പത്തുക്കളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണമെന്നൊരു നിയമമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഉദ്ദാലകൻ ഒരു മകനുണ്ട്. മകന്റെ പേരാണ് നചികേതസ് എന്ന് പറയുന്നത്. നചികേതസ് വളരെ മിടുക്കനായ ഒരു പുത്രനാണ്. അപ്പൊ നചികേതസ് നോക്കിയപ്പോൾ കാണാം തൻ്റെ പിതാവ് ബ്രാഹ്മണർക്ക് ദാനം നൽകാനായി വെച്ചിരിക്കുന്ന പശുക്കള്, ആ പശുക്കള് വളരെ പ്രായം ചെന്നവരും വളരെ അവശ്യരും കറവ പറ്റിയതുമായ പശുക്കളെയാണ് തൻ്റെ പിതാവ് എന്ത് ചെയ്യുന്നത്, ദാനം കൊടുക്കുന്നതെന്ന് കണ്ട് ഉദ്ദാലകന്റെ പുത്രൻ നചികേതസ് അത്ഭുതപ്പെട്ടു പോയി. അവൻ അങ്ങേയറ്റം സത്യസന്ധനാണ്. അപ്പൊ നചികേതസ് വിചാരിച്ചു, ഉപയോഗശൂന്യമായ പശുക്കളെ ദാനം ചെയ്യുന്നവൻ നരകത്തിൽ ചെന്ന് പതിക്കും. ഇതിൽ നിന്ന് എൻ്റെ പിതാവിനെ പിന്തിരിപ്പിച്ചേ മതിയാവൂ. എൻ്റെ പിതാവ് ഈ യജ്ഞത്തിൽ തൻ്റെ സമ്പത്താണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യേണ്ടത്. അതിന് ഏറ്റവും നല്ല പശുക്കളെ കൊടുക്കണം. പകരം കറവയൊക്കെ വറ്റി ഒന്നിനും കൊള്ളാതെ നിൽക്കുന്ന പശുക്കളെ ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഇതിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നചികേതസ് പിതാവിനോട് ചോദിച്ചു, അച്ഛൻ ഇവിടെ നിൽക്കുന്ന കറവ പറ്റിയ പശുക്കളെയൊക്കെ ഓരോരുത്തർക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്നെ അച്ഛൻ ആർക്കാണ് ദാനം ചെയ്യുന്നത്? അപ്പൊ ഉദ്ദാലകൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും പറഞ്ഞു, അച്ഛൻ ഈ കറവ മുറ്റിയതും ഒന്നിനും കൊള്ളാത്തതുമായ പശുക്കളെ ദാനം ചെയ്യുന്നു. അച്ഛൻ്റെ സമ്പത്ത് എല്ലാം ദാനം ചെയ്യണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും അച്ഛൻ്റെ സമ്പത്താണല്ലോ. എന്നെ ആർക്കാണ് അച്ഛൻ ദാനം ചെയ്യുന്നത്? അപ്പോഴും എന്ത് ചെയ്തു? മൗനം പാലിച്ചു. മൂന്നാമത്തെ വട്ടം നചികേതസ് ഇത് ചോദിച്ചു. അതോടെ ഉദ്ദാലകൻ അങ്ങ് വല്ലാത്ത ദേഷ്യം വന്നു. ഒന്നാമത് ഉദ്ദാലകന് തന്നെ അറിയാം താൻ ചെയ്യുന്നത് കുഴപ്പമാണെന്ന്. സ്വന്തം മകൻ അത് വിളിച്ചു പറയുന്നു. എന്നിട്ട് അവൻ എപ്പോഴും ചോദിക്കുന്നു, അച്ഛൻ്റെ സമ്പത്തുകൾ ദാനം ചെയ്യണം,
ഞാനും അച്ഛൻ്റെ സമ്പത്താണ്, എന്നെ ആർക്കാ അച്ഛാ കൊടുക്കുന്നത്? കലി വന്നിട്ട് ഉദ്ദാലകൻ പറഞ്ഞു, നിന്നെ ഞാൻ മൃത്യുദേവന് കൊടുക്കാൻ തീരുമാനിച്ചടാ. നിന്നെപ്പോലെ ഒരുത്തനെ മൃത്യുദേവന് കൊടുക്കാൻ തീരുമാനിച്ചു, യമലോകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. യമനാണ് ഞാൻ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൻ നചികേതസ് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ പിതാശ്രീ എന്നെ മൃത്യുവിന് കൊടുക്കും അല്ലെങ്കിൽ യമദേവന് കൊടുക്കുമെന്ന് പറഞ്ഞത്? എത്ര ആലോചിച്ചിട്ടും നചികേതസ്സിന് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ എല്ലാവരെയും ദാനം ചെയ്യുന്നത് ബ്രാഹ്മണർക്കാണ്. അതിന് വിരുദ്ധമായിട്ട് എന്നെ കാലന് യമദേവന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കോപം കൊണ്ട് ഉദ്ദാലകൻ പറഞ്ഞതാണ്. അപ്പം നചികേതസ് എന്നിട്ട് പറഞ്ഞു, പിതാവേ, നമ്മുടെ കുടുംബം വാക്കുപാലിക്കുന്ന കുടുംബമാണ്. അങ്ങ് പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഈ യജ്ഞത്തിൻ്റെ വിജയത്തിനു വേണ്ടി എന്നെ യമന് ദാനം ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ യമലോകത്തേക്ക് പോകാൻ അനുവദിക്കണം. അപ്പോഴാണ് ഉദ്ദാലകന് താൻ പറഞ്ഞതിൻ്റെ ഗൗരവം പിടികിട്ടിയത്. അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഉദ്ദാലകൻ പറഞ്ഞു, അയ്യോ മോനെ, അച്ഛൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അപ്പോൾ പറഞ്ഞു, എങ്ങനെ ഉദ്ദേശിച്ചാലും അച്ഛാ, അച്ഛൻ പറഞ്ഞ വാക്ക് പാലിക്കണം. എന്നാൽ മാത്രമേ യജ്ഞത്തിന് ഫലപ്രാപ്തി ഉണ്ടാകൂ. അതുകൊണ്ട് മൃത്യുലേഖത്തേക്ക് പോകാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ ഉദ്ദാലകൻ വളരെ ദുഃഖിതനായി. പക്ഷേ സത്യത്തെ മുറുകെ പിടിക്കുന്ന നചികേതസിനെ തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെ നചികേതസ് എന്ന് പറയുന്ന ബാലൻ എന്തു ചെയ്തു? യമലോകത്തേക്ക് പിതാവിൻ്റെ അനുമതിയോടെ യാത്രയായി. അപ്പൊ നചികേതസ് നേരെ കാലന്റെ സ്ഥലത്തെത്തി, അതായത് യമദേവന്റെ സ്ഥലത്തെത്തി. അപ്പോൾ അന്നത്തെ ദിവസം യമദേവൻ അവിടെ ഇല്ല. എന്നു മാത്രവുമല്ല, യമദേവൻ 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഇനി എന്തു ചെയ്യത്തുള്ളൂ? തിരിച്ചു വരുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നചികേതസ് പറഞ്ഞു, അതിനെന്താ, ഈ 3 ദിവസവും ഞാൻ കാത്തിരിക്കാം. പക്ഷേ അന്നപാനങ്ങൾ കഴിക്കില്ല, ജലപാനം പോലും ചെയ്യില്ല. യമൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? ജലം പോലും എന്ത് ചെയ്യത്തുള്ളൂ? പാനം ചെയ്യുള്ളൂ. അങ്ങനെ ആഹാരമില്ലാതെ 3 ദിവസം കാത്തുനിന്നു. 3-ാം ദിവസം യമൻ തൻ്റെ വസതിയിൽ തിരിച്ചെത്തി. അപ്പൊ യമന്റെ പത്നി പറഞ്ഞു, താങ്കൾ എവിടെയാണ് പോയത്? ഒരു ബ്രാഹ്മണൻ ഒരു ഗ്രഹത്തില് അതിഥിയായി എത്തുമ്പോൾ ഒരു ദിവ്യാത്മാവാണ് വന്നതെന്നറിയുക. ഓരോ ബ്രാഹ്മണനും ദിവ്യാത്മാക്കളാണ്. അപ്പോൾ ഒരു ദിവ്യാത്മാവ് നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിശ്രമിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അവനെ എല്ലാവിധ ആതിഥ്യ മര്യാദകളോടും കൂടി ആ ബ്രാഹ്മണ കുമാരനെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷെ ആ ബ്രാഹ്മണ കുമാരൻ 3 ദിവസമായി ആഹാരം കഴിക്കാതെ 3 ദിവസമായിട്ട് ആ ബ്രാഹ്മണ കുമാരൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. വേഗം ചെല്ലൂ, വേഗം ചെന്ന് അവനെ വിളിച്ച് ആതിഥ്യമരുളുകയാണ് എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ യമലോകൻ എന്ത് ചെയ്തു? നേരെ നചികേതസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണകുമാര, അങ്ങ് എൻ്റെ അതിഥിയായി വന്നിരിക്കുന്നു. അങ്ങയെ ഞാൻ ആദരിക്കുന്നു. ബഹുമാന്യനായ ഒരു അതിഥിയാണ് അങ്ങ്. 3 ദിവസം ആഹാരം പോലും കഴിക്കാതെ എൻ്റെ ഭവനത്തിൽ അങ്ങ് കഴിഞ്ഞുകൂട്ടി. അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് 3 വരങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. അതായത് 3 രാത്രി അങ്ങ് അന്നങ്ങളില്ലാതെ ഇവിടെ കഴിച്ചുകൂട്ടി. ഓരോ രാവിനും ഓരോ വരം. അങ്ങനെ 3 വരം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓരോന്നായിട്ട് അങ്ങ് ചോദിച്ചാലും. അപ്പോൾ നചികേതസ് പറഞ്ഞു, ഹേ യമധർമ്മദേവ, അങ്ങയെ ഞാൻ ആദ്യം നമിക്കുന്നു. ഞാൻ ആദ്യമായി ആവശ്യപ്പെടുന്ന വരം ഇതാണ്. എൻ്റെ പിതാവ് ഉദ്ദാലകന് ശാന്തിയും സമാധാനവും സന്തോഷവും വന്നു ഭവിക്കട്ടെ. അദ്ദേഹം ദുഃഖത്തിൽ നിന്നും കോപത്തിൽ നിന്നും മുക്തനായി തീരണം. അദ്ദേഹത്തിന് കോപം വന്നതുകൊണ്ടാണ് എന്നെ
മൃത്യുലോകത്ത് അല്ലെങ്കിൽ മൃത്യുദേവന് ദാനം കൊടുക്കുമെന്ന് പറഞ്ഞത്? അവിടുന്ന് എന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചയക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നെ സ്വന്തം മകനായി സ്നേഹപൂർവം എന്നെ സ്വീകരിക്കണം, അതിനുവേണ്ടി അങ്ങ് അനുഗ്രഹിക്കണം. ഇതാണ് എൻ്റെ ഒന്നാമത്തെ വരം. അപ്പോൾ ഒന്നാമത്തെ വരം തൻ്റെ പിതാവിന് വേണ്ടിയാണ് നചികേതസ് ഉപയോഗിച്ചത്. അപ്പോൾ യമൻ പറഞ്ഞു, നീ മരണവക്ത്രത്തിൽ നിന്നും തിരിച്ചെത്തുന്നത് കണ്ടിട്ട് എൻ്റെ അനുഗ്രഹത്താൽ നിന്റെ പിതാവ് ഉദ്ധാരകൻ നിന്നെ സ്വീകരിക്കുകയും തൻ്റെ മകനായി അംഗീകരിക്കുകയും ചെയ്യും. അദ്ദേഹം കോപത്തിൽ നിന്നും മുക്തനായി മാറുന്നതാണ് എൻ്റെ അനുഗ്രഹത്താൽ. തൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്ന രാപ്പകലുകൾ നിന്റെ പിതാശ്രീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നതായിരിക്കും. ഇനി നിനക്ക് രണ്ടാമത്തെ വരം ചോദിക്കാം. അപ്പം നചികേതസ് പറഞ്ഞു, അല്ലയോ യമധർമ്മദേവ, സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് ഭയമില്ല, അവർക്ക് മൃത്യു പോലും അവിടെ ഇല്ല. അപ്പൊ സ്വർഗത്തിൽ താമസിക്കുന്നവർക്ക് ഭയമില്ല, മരണം അവിടെ ഇല്ല, ആരും വാർദ്ധക്യത്തെ ഭയക്കുന്നില്ല, കാരണം ആർക്കും വാർദ്ധക്യം ഉണ്ടാകുന്നില്ല. അവിടെ ജീവിക്കുന്നവര് വിശപ്പിനും ദാഹത്തിനും അതീതരാണ്, അവർക്ക് ദുഃഖങ്ങളില്ല, എല്ലാ പീഡയിൽ നിന്നും മുക്തരായവരാണ്, അവർ പരമാനന്ദത്തിൽ കഴിയുകയാണ്. അല്ലയോ മൃത്യുദേവ, ഈ സ്വർഗത്തിലേക്കുള്ള പാതയായ ആന്തരിക അഗ്നിയെ അങ്ങേക്കറിയാം. അതിനാൽ സത്യസന്ധനായ ഒരു സാധകനായ എനിക്ക് ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം, സ്വർഗനിവാസികൾ അമരത്തെ പ്രാപിക്കുന്ന ആ ശാസ്ത്രം എനിക്ക് ഉപദേശിച്ചു തരണം. അതായത് സ്വർഗരാജ്യത്ത് വാർദ്ധക്യമില്ല, അവിടെ മരണത്തിന് പ്രവേശനമില്ല, ദുഃഖങ്ങൾക്ക് പ്രവേശനമില്ല, എല്ലാവരും വളരെ ആനന്ദത്തിലാണ് കഴിയുന്നത്. അങ്ങനെ സ്വർഗരാജ്യത്ത് എത്തിച്ചേരണമെങ്കിൽ ഓരോരുത്തരിലും ഒരു ആന്തരികമായ അഗ്നിയുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും പറയത്തില്ലേ, നമ്മൾ ശരീരമാണെങ്കിൽ അതിനകത്ത് കത്തുന്ന ഒരു ദീപമാണ്. നമ്മുടെ വെള്ളിയാഴ്ചത്തെ ധർമ്മപദം കൃത്യമായി കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും. അപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക അഗ്നിയുണ്ട്. ആ ആന്തരിക അഗ്നിയെ നമ്മൾ ഉണർത്തണം. ആ ആന്തരിക അഗ്നിയെ ഉണർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു സാധകന് സ്വർഗരാജ്യത്തെത്താനായി സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. സ്വർഗത്തിലേക്കുള്ള പാത ഈ ആന്തരിക അഗ്നിയെ ഉണർത്തുക എന്നതാണ്. ആ ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം എനിക്ക് പറഞ്ഞു തരണം. ഏതൊരുവനാണോ ഈ ആന്തരിക അഗ്നിയെ അറിഞ്ഞു ഉണർത്തുന്നവന് അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ അനുഗ്രഹീതനായി മാറുകയും അവന് വാർദ്ധക്യമില്ല, ജരാനരകളില്ല, അവൻ അമരത്വം പ്രാപിക്കുകയും ചെയ്യും. ഇതിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞതാ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ലയോ യമധർമ്മ രാജാവേ, സാധാരണ മനുഷ്യർക്ക് എങ്ങനെ സ്വർഗരാജ്യം പ്രാപിക്കാം? ഇതാണ് ചുരുക്കി പറഞ്ഞാലുള്ള ചോദ്യം. സാധാരണ മനുഷ്യർക്ക് എങ്ങനെ, ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് സ്വർഗത്തെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ എത്താം? അതിന് ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം അറിയണം. അതെനിക്ക് പറഞ്ഞു തരണേ. അപ്പൊ യമദേവൻ പറഞ്ഞു, ഹേ നചികേതസേ, സ്വർഗത്തെ സമ്മാനിക്കുന്ന ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം ഞാൻ അറിയുന്നു. എനിക്കത് നന്നായിട്ടറിയാം. ഞാനത് നിന്നോട് പറഞ്ഞു തരാൻ പോവുകയാണ്. ഞാൻ ആ ശാസ്ത്രം നിനക്ക് ഉപദേശിച്ചു തരാൻ പോവുകയാണ്. നീ പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കണം. ഈ ശാസ്ത്രം അനന്തമായ സ്വർഗീയ ആനന്ദം നൽകുമെന്ന സത്യം നീ അറിയുക. നോക്കൂ, നീ എന്നോട് ചോദിച്ചു ഒരു സാധാരണ മനുഷ്യന് സ്വർഗരാജ്യത്തെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ആന്തരിക അഗ്നിയെ ഉണർത്തുക എന്നതാണ്. ഈ ആന്തരിക അഗ്നി ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ മറഞ്ഞ് ഇരിപ്പുണ്ട്.
അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരു മനുഷ്യൻ, എനിക്കും നിങ്ങൾക്കും സ്വർഗരാജ്യത്തെത്തണമെങ്കിൽ ആന്തരിക അഗ്നിയെ അറിഞ്ഞ് അതിനെ ഉണർത്തണം. ആന്തരിക അഗ്നി എന്നിലും രാധേ രാധേ ഈ ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരിലും ഉണ്ട്. എവിടാണ് ഇരിക്കുന്നത്? ഹൃദയ ശ്രീകോവിലിൽ മറഞ്ഞ് ഇരിക്കുകയാണ്. ഇനി ഇതിനെ എങ്ങനെയാണ് ഉണർത്തേണ്ടത്? ഇതിനെ എങ്ങനെയാണ് ഉണർത്തേണ്ടതെന്ന് ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അത് ശ്ലോകങ്ങളിലൂടെ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ് മുതൽ ശ്ലോകങ്ങൾ എടുത്തു തുടങ്ങും. ആ സമയത്ത് നമ്മളുടെ യമദേവൻ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ മറഞ്ഞിരിക്കുന്ന ആന്തരിക അഗ്നിയെ ഉണർത്തി ഒരു സാധാരണ മനുഷ്യന് സ്വർഗപ്രാപ്തി ലഭ്യമാക്കുന്നത് എങ്ങനെ എന്ന് ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ കഠോപനിഷത്ത് കേട്ടാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്ത് പോകണമെങ്കിൽ പോകാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരിക അഗ്നിയെ ഉണർത്തണം. അപ്പൊ അതിൻ്റെ രഹസ്യം മുഴുവനും മനസ്സിലായില്ലേ? യമദേവൻ നചികേതസിന് വിവരിച്ചു കൊടുത്തു. ആ വിവരിച്ചു കൊടുക്കുന്നത് ഒരുപാട് ശ്ലോകങ്ങളിലൂടെയാണ്. ആ ശ്ലോകങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കുമ്പോൾ തലനാരിടെ കീറി പഠിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ചുരുക്കി പറയേണ്ടതല്ല. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരികയാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു എന്ന്. അപ്പൊ ഈ ശാസ്ത്രം മുഴുവനും നമ്മളുടെ യമദേവൻ നചികേതസിന് വിവരിച്ചു കൊടുത്തിട്ട് അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രക്രിയകളെയും വളരെ വിശദമായി തന്നെ എന്ത് ചെയ്തു? നമ്മുടെ നചികേതസിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നചികേതസ് അതെല്ലാം കേട്ട് മനസ്സിലാക്കി. എന്നിട്ട് എന്താണോ യമദേവൻ പറഞ്ഞു തന്നത് അതെല്ലാം തിരിച്ച് അതേ കണക്ക് അങ്ങോട്ട് ഉരുവിട്ടു. അതോടുകൂടി യമദേവന് മനസ്സിലായി താൻ പറഞ്ഞത് മുഴുവനും നചികേതസ് ഉൾക്കൊണ്ടു. അതായത് യമദേവൻ ഒരു കാര്യം പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ച കാര്യങ്ങൾ നിനക്ക് മനസ്സിലായെങ്കിൽ തിരിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ നചികേതസിന്റെ അസാമാന്യമായ ബുദ്ധിശക്തിയിൽ യമദേവന് വലിയ സംതൃപ്തിയായി. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിനക്ക് ഞാൻ നീ ചോദിക്കാത്ത ഒരു ബഹുമതി കൂടി അനുവദിച്ചു തരികയാണ്. ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം ഈ നിമിഷം മുതൽ നചികേതസെ നിന്റെ നാമധേയത്തിൽ നാചികേത അഗ്നി എന്ന പേരിൽ അറിയപ്പെടട്ടെ. നചികേതസിന് ഒരു അനുഗ്രഹം കൊടുത്തു. അതായത് രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഒരു അഗ്നി മറഞ്ഞിരിപ്പുണ്ട്. ആ അഗ്നിയെ കണ്ടെത്തുകയും അവനെ വിധിപ്രകാരം ഉണർത്തുകയും ചെയ്താൽ സ്വർഗപ്രാപ്തി കിട്ടുന്നതാണ്. ആ അഗ്നിയെ ഉണർത്തുന്ന ശാസ്ത്രം, അതിന് നാചികേത അഗ്നി എന്ന പേര് കൊടുക്കാൻ നമ്മുടെ യമദേവൻ തീരുമാനിച്ചു. ഇന്ന് ആ അഗ്നി നാചികേത അഗ്നി എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം അതിമനോഹരമായ ഒരു രത്നമാല ഊരി നമ്മുടെ നാചികേതസിന് കൊടുത്തു. എന്നിട്ട് ആ രത്നമാല നൽകിയതിന് ശേഷം യമൻ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഈ ആന്തരിക അഗ്നിയെ 3 തവണ ജ്വലിപ്പിക്കണം. ഒരു മനുഷ്യൻ ഈ ആന്തരിക അഗ്നിയെ 3 തവണ ജ്വലിപ്പിക്കണം. അപ്പൊ ഇന്നത്തെ ആൾക്കാർ ഇത് മാത്രം ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ പഴയ ആൾക്കാർ ത്രേതായുഗത്തിലും സത്യയുഗത്തിലും ഒക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ 3 തവണ ഈ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കണം. എന്നിട്ട് യാതൊന്നും ആഗ്രഹിക്കാതെ യജ്ഞം ചെയ്യണം. വേദത്രയങ്ങൾക്കനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യണം. ഋഗ്വേദം, യജുർവേദം, സാമവേദം. അതേ കണക്ക് തപസ് ചെയ്യണം. ആ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്നവൻ ജനിമൃതികളിൽ നിന്ന് മുക്തനായി തീരും. അതായത് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കലിയുഗത്തിൽ ജീവിക്കുന്നവർ ഈ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഒരു കണക്കിന് കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ കുറേ കൂടെ ഭാഗ്യവാന്മാരാണ്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കണം. പിന്നെ യജ്ഞങ്ങൾ നടത്തണം, പിന്നെ തപസ്സുകൾ നടത്തണം. വേദത്രയങ്ങൾക്കനുസരിച്ച്, വേദങ്ങളിൽ പറയുന്നതിനനുസരിച്ച് ദാന
ധർമ്മങ്ങൾ നടത്തണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിച്ചാൽ മാത്രം മതി. ആരാണോ ഈ അഗ്നിയെ അറിയുകയും ഈ ആന്തരിക അഗ്നിയെ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അറിയുന്ന ഈ ശാശ്വത ശാന്തിയെ അവൻ പ്രാപിക്കും. അതായത് ആരാണോ ഈ ആന്തരിക അഗ്നിയെ 3 തവണ ജ്വലിപ്പിക്കുന്നത്, അവൻ, യമഭഗവാൻ പറയുകയാണ്, ഞാൻ അറിയുന്ന എന്ന് പറഞ്ഞാൽ യമഭഗവാൻ അറിയുന്ന ശാശ്വത ശാന്തിയായ സ്വർഗപദത്തെ പ്രാപിക്കും എന്ന് മാത്രവുമല്ല, യമഭഗവാൻ തുടരുകയാണ്, ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവൻ ഈ ശരീരമുള്ളപ്പോൾ തന്നെ, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ മരണത്തിൻ്റെ കയറുകളെ അറുത്തുമാറ്റും, മരണപാശങ്ങളെ അറുത്തുമാറ്റും. അവൻ ദുഃഖത്തിനും അപ്പുറം കടന്നു പോകും. അവൻ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചറിയും. അതായത് എൻ്റെ ഉള്ളിൽ ഒരു ആന്തരിക അഗ്നിയുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞു, വെള്ളിയാഴ്ചത്തെ എൻ്റെ ധർമ്മപദം കൃത്യമായി കേൾക്കുന്നവർക്കറിയാം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ നമ്മുടെ ശരീരം വേറെ, അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വാല വേറെ, രണ്ടും രണ്ടായി കാണാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അതറിയാം. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ ധർമ്മപദം കണ്ടാൽ അറിയാൻ പറ്റും അല്ലേ? ആരാണോ ആ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കുകയും ആ ആന്തരിക അഗ്നിയെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായി കാണും, ഈ ശരീരം വേറെ, അതിനകത്തിരിക്കുന്ന ആ ജ്വലിക്കുന്ന ആന്തരിക അഗ്നി വേറെ, രണ്ടും രണ്ടായി നമ്മൾ പ്രത്യേകം കാണും. അപ്പൊ ആരാണോ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്, ഇപ്പൊ ഞാൻ ആ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിച്ചാൽ, ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന അഗ്നിയാണ്. അതിനെന്ത് പേരും വിളിക്കാം, ആത്മാവെന്നോ ഇഷ്ടമുള്ളത് വിളിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ആന്തരിക അഗ്നിയെ ജ്വലിപ്പിച്ചാൽ, ഞാൻ ഈ ശരീരത്തിനകത്താണ് താമസിക്കുന്നത്. ഈ ശരീരം ഉള്ളപ്പോൾ തന്നെ മരണത്തിൻ്റെ എല്ലാ കയറുകളെയും അറുത്തു മാറ്റാൻ എനിക്ക് സാധിക്കും എന്ന് മാത്രവുമല്ല, പിന്നെ എന്നെ ദുഃഖങ്ങൾ ബാധിക്കില്ല. ഈ ശരീരം വെച്ചുകൊണ്ട് തന്നെ ഞാൻ സ്വർഗീയ ആനന്ദം അനുഭവിക്കും. എന്നെ കൊണ്ടുപോകാൻ യമൻ വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ആ വരവിൽ ഈ ശരീരം യമൻ എടുക്കണ്ട, ഞാൻ ഈ ശരീരം മാറ്റിയിട്ട്, അതായത് ഈ ശരീരം മാറ്റിയിട്ട് അതിനകത്തിരിക്കുന്ന ഞാൻ സന്തോഷത്തോടെ ചെല്ലുകയും അങ്ങനെ എനിക്ക് സ്വർഗപ്രാപ്തി കൈവരുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആന്തരിക അഗ്നിയെ ഞാൻ ജ്വലിപ്പിച്ചാൽ ഈ ശരീരമുള്ളപ്പോൾ തന്നെ മരണപാശങ്ങളെ അറുത്തുമാറ്റും. മരണത്തിൻ്റെ കയറുകൾ അതുള്ളപ്പോൾ മാത്രമേ യമന് തൊടാൻ പറ്റൂ. അപ്പം നമുക്ക് അതുള്ളത് കൊണ്ടാണ് യമരാജൻ വരുന്നത് കാണാനും കഴിയാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അബോധാവസ്ഥയിലാണ് മരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് യമരാജൻ വരുമ്പോൾ നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതായത് ഒരു വീടിൻ്റെ ഉടമസ്ഥൻ വരുന്നു. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം. ഒഴിഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അയാൾ വന്ന് ബലമായി പിടിച്ചിറക്കി സാധനങ്ങൾ എടുത്ത് വെളിയിൽ കളയും. അതുപോലെ യമരാജൻ വരുമ്പോൾ നിങ്ങൾ ഇറങ്ങാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ കയറിട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒന്ന് യമരാജൻ വരുന്നെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കുന്നവൻ, അതായത് വാടക വീടിൻ്റെ ഉടമസ്ഥൻ വരുമ്പം തന്നെ അങ്ങ് ഇറങ്ങിക്കൊടുത്താൽ പ്രശ്നമില്ല. അതുപോലെ യമരാജൻ വരുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് ഞാനങ്ങ് പുറത്ത് കിടക്കും. അങ്ങനെ യമരാജൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ആ ശാന്തി അനുഭവിക്കുകയും ചെയ്യും. എന്നിട്ട് യമരാജൻ പറഞ്ഞു, ഹേ നചികേതസേ, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം ഇതാകുന്നു. അപ്പം ഒരു കാര്യം, എൻ്റെ പ്രേക്ഷകർക്കൊരു സംശയം തോന്നും, സാറേ ഞങ്ങൾ ഈ ആന്തരിക അഗ്നിയെ എങ്ങനെ ജ്വലിപ്പിക്കും? അത് ഇനി തുടർന്നുള്ള എപ്പിസോഡ് കാണുമ്പോൾ അതിനകത്ത് വിവരിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആന്തരിക അഗ്നിയെ എങ്ങനെയാണ് ജ്വലിപ്പിക്കുന്നതെന്ന് തുടർന്നുള്ള എപ്പിസോഡുകളിൽ ശ്ലോകങ്ങളായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ ശ്ലോകം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് നല്ല വ്യക്തമായി മനസ്സിലാക്കി തരും. നിങ്ങളത് പരിശീലിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ പുസ്തകം വാങ്ങിക്കുക. പറ്റിയില്ലെങ്കിലും വേണ്ട, പുസ്തകം ഇല്ലാത്തവർ വേണ്ട, കുഴപ്പമില്ല, ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിരുന്നാൽ മതി. ഞാൻ ശ്ലോകങ്ങൾ ഇതിനകത്ത് കൊടുത്തേക്കും. അപ്പോൾ യമൻ പറഞ്ഞു, ഹേ നചികേതസേ, സ്വർഗത്തിലേക്ക് നയിക്കുന്ന
ആന്തരിക അഗ്നിയുടെ ശാസ്ത്രം ഇതാണ്. ഞാനത് പറഞ്ഞു തന്നു. അങ്ങനെ രണ്ടാമത്തെ വരമായി നീ ചോദിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരം ഞാൻ തന്നു. ഇപ്പോൾ മുതൽ ഈ അഗ്നി നിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത് നിന്റെ മൂന്നാമത്തെ വരമാണ്. ഇനി നിനക്ക് മൂന്നാമതൊരു വരം ഞാൻ അവസരം തന്നിട്ടുണ്ട്. എന്താണ് നചികേതസേ നീ ആവശ്യപ്പെടുന്ന മൂന്നാമത്തെ വരം? നീ ആവശ്യപ്പെട്ട ഒന്നാമത്തെ വരം നിന്റെ അച്ഛൻ നിന്നെ സ്വീകരിക്കണം, അച്ഛന് മനഃശാന്തി ഉണ്ടാകണം, അത് തന്നു കഴിഞ്ഞു. രണ്ടാമത്തെ വരം സ്വർഗത്തിലേക്ക് എത്തുന്നത് എങ്ങനെ? സ്വർഗത്തിൽ എന്തുകൊണ്ട് ജരാനരകളില്ല? സ്വർഗത്തിൽ എന്തുകൊണ്ട് ദുഃഖങ്ങളില്ല? സ്വർഗത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് രോഗങ്ങളില്ല? അത് ഞാൻ പറഞ്ഞു. ആന്തരിക അഗ്നി ഉണ്ട്, ഹൃദയക്ഷേത്രത്തിൽ മറഞ്ഞിരിക്കുകയാണ്, ഹൃദയക്ഷേത്രത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. അതിനെ 3 തവണ ജ്വലിപ്പിക്കണം. അത് എങ്ങനെ ജ്വലിപ്പിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി നചികേതസേ മൂന്നാമത്തെ വരം. യമദേവൻ നചികേതസിന്റെ കണ്ണുകളിലേക്ക് നോക്കി. നചികേതസ് യമദേവന്റെ കണ്ണുകളിലേക്കും നോക്കി. മൂന്നാമത്തെ വരം ചോദിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ വരം ചോദിക്കാൻ പോവുകയാണ്. അതൊരു ഒന്നൊന്നര വരമാണ്. അതൊരു ഒന്നൊന്നര വരമാണ്. നചികേതസ് ചോദിക്കുന്ന ആ വരം കേട്ട് യമദേവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിന്നുപോയി. താൻ വാക്കും കൊടുത്തുപോയി. പക്ഷെ അതെങ്ങനെ സാധിക്കും? അതേ ഒരു ഒന്നൊന്നര വരമാണ് മൂന്നാമത് ചോദിച്ചത്. ആ വരം യമദേവനെ സ്തംഭിപ്പിച്ചു കളഞ്ഞ, യമദേവനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ നചികേതസ് ചോദിച്ച ആ വരം ഏതാണ്? ആ വരം ഏതാണ്? കാത്തിരിക്കൂ. അടുത്ത ബുധനാഴ്ച നമ്മൾ വരുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.